ഹായ് ഹലോ ദിസ് ഈസ് സഫ്ല. പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കറിയാം SSC GDന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി SSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 27 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GD എക്സാമിൽ കഴിഞ്ഞ വർഷം നടത്തിയ മുൻ വർഷങ്ങൾ നടത്തിയ മാത്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ PYQ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ടാകും, ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ മാത്സിന്റെ ഒരു ഫൗണ്ടേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ്. സോ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, അതും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ടാകും, അതിന്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. സോ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് കടക്കാണ്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിജയ് ഹാസ് 1224 with him. He divided it between his sons Ajay and Prakash and asked them to invest it at 4% per annum compound interest. It was observed that Ajay and Prakash received the same amount after 18 years and 19 years respectively. Find the amount given to Prakash. The കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കോമൺ ആയിട്ടല്ലേ പല പ്രാവശ്യം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വിജയുടെ കയ്യിൽ 1224 രൂപ വിജയുടെ കയ്യിലുണ്ട്. ഇതെന്ത് ചെയ്തു? അവന്റെ രണ്ട് മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അജയ്ക്കും പ്രകാശ് എന്ത് ചെയ്തു? ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ ഇവർക്ക് അജയ്ക്കും പ്രകാശിനും കിട്ടിയ എമൗണ്ട് ഒരു 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അജയ്ക്കും പ്രകാശിനും, അജയ്ക്ക് 18 വർഷം കഴിഞ്ഞ് കിട്ടിയ എമൗണ്ടും പ്രകാശിന് 19 വർഷം കഴിഞ്ഞ് കിട്ടിയ എമൗണ്ട് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രകാശിന് എത്ര കിട്ടി എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം 4% എന്ന് പറഞ്ഞാൽ 1/25 ആണ്. അപ്പൊ 4% കിട്ടി, കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ വരും 26/25 എന്ന് വരും അല്ലെ. 25ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26/25 എന്ന് വരും. അപ്പം P എന്ന് പറഞ്ഞാൽ പ്രകാശിന് കിട്ടിയ ആദ്യം അജയ്ന്റെ കേസ് അല്ലെ. A എന്ന് പറഞ്ഞാൽ അജയ്ക്ക് കിട്ടിയ എമൗണ്ട് ആണ്. അജയ് എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 18 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അജയ്ക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അജയിന്റെ ഷെയർ ഇൻറ്റു 26/25 ഓൾ റേസ് ടു എത്ര ഇയറിലോട്ടാണ്? 18. ഇതാണ് അജയ്ക്ക് കിട്ടിയ എമൗണ്ട്. ഇനി പ്രകാശിന് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രകാശിന്റെ ഷെയർ ഇൻറ്റു 4% അതിനെ കൊണ്ട് 26/25 എത്ര വർഷത്തേക്കാണ്? 19 ഇയേഴ്സിലോട്ടാണ്. സോ ഇതാണ് അജയ്ക്ക് കിട്ടിയ എമൗണ്ട്, പ്രകാശിന് കിട്ടിയ എമൗണ്ട്. ഈ രണ്ട് എമൗണ്ട് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഈക്വൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇയാളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അജയ്ക്കും പ്രകാശിനും കിട്ടിയ എമൗണ്ടിന്റെ റേഷ്യോ എന്ന് പറയുന്നത് കിട്ടും 26/25 എന്ന് കിട്ടും. ഓക്കെ, സോ അജയ്ക്ക് കിട്ടിയ എമൗണ്ട് 26 യൂണിറ്റ് ആണെങ്കിൽ പ്രകാശിന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 25 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കും കൂടി കിട്ടിയ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 26 + 25 എത്ര കിട്ടും? 51 യൂണിറ്റ് എന്ന് കിട്ടും. സോ 51 യൂണിറ്റ് എന്താണ്? ടോട്ടൽ എമൗണ്ട് ആണ്. അത് എത്രയാണ്? 1224 ആണ്. 1224. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1224 ഡിവൈഡഡ് ബൈ 51 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഓക്കെ, സോ 1 യൂണിറ്റ് എന്താന്ന് കിട്ടി? 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രകാശിന് കിട്ടിയ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര യൂണിറ്റ് ആണ്? 25 യൂണിറ്റ് ആണ്. സോ 25 യൂണിറ്റ്, 1 യൂണിറ്റ് 24 ആണെങ്കിൽ 25 യൂണിറ്റ് എന്ത് വരും? 24 × 25 എത്രയാണ്? അത് 24 × 25 എത്രയാണ്? 600 ആണ്. സോ ഓപ്ഷൻ D ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണല്ലോ. സോ എമൗണ്ട് ഈക്വൽ ആണെങ്കിൽ 18 വർഷം കഴിഞ്ഞ എമൗണ്ടും 19 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ഈക്വൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഇക്വേറ്റ് ചെയ്യുക, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് ഈസ് 318 ഫോർ എ പീരീഡ് ഓഫ് 2 years at rate ഓഫ് 6% per annum. ഫൈൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് ഒരു സം ഓഫ് മണിക്ക് 2 വർഷത്തേക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ്
ഒരു എമൗണ്ട് എന്ത് ചെയ്ത് ഒരു എമൗണ്ടിന് 2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേഷൻ നടത്തിയേക്കുന്നത്. സോ 2 വർഷത്തെ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്ര എന്ന് പറയുന്നുണ്ട് 318 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 2 വർഷത്തേക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് 318 ആണെങ്കിൽ 1 വർഷത്തേക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 318ന്റെ പകുതി എത്ര കിട്ടും? 318ന്റെ പകുതി 159 എന്ന് വരും. അതായത് ഏതൊരു എമൗണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണ്. സോ ഏതൊരു എമൗണ്ടിന്റെ 6% ആണ് എന്തെന്ന് പറയുന്നത് 159 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് കിട്ടും? 159 into 100 divided by 6 എന്ന് വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 100നെയും 6നെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 50 എന്നും കിട്ടും, 3 എന്നും കിട്ടും. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 159നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 53 എന്ന് കിട്ടും അല്ലെ. 51 അല്ല, 53 എന്ന് കിട്ടും. സോ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു 53 into 50 എന്ന് വരും. 53 into 50 എന്ന് പറയുമ്പോൾ 250യും 250യും 15ഉം എത്ര കിട്ടും? 265 0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി, ബി ഇസ് ദി കറക്റ്റ് ആൻസർ. 2650 രൂപ ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം 2 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 318 ആണെങ്കിൽ 1 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? അതിന്റെ പകുതി എടുത്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ പകുതി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. PNR/100 എടുക്കാം. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 318 P into number of years to rate of interest 6 divided by 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. പക്ഷെ ഈ രീതിയിൽ കൺസെപ്റ്റ് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എന്ത് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 400 apples were bought at rate of rupees 1200 per 100 and were sold at a profit of 800 rupees. Find the selling price per dozen apples. അതായത് 400 ആപ്പിൾ എത്ര രൂപക്ക വാങ്ങിയത്? 100 ആപ്പിളിന് 200 രൂപ നിരക്കിൽ അയാൾ എന്ത് ചെയ്തു? ഒരാൾ എന്ത് ചെയ്തു? 400 ആപ്പിൾ വാങ്ങി. ഈ ആപ്പിള് 800 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് വിറ്റ് കഴിഞ്ഞാൽ 800 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് വിറ്റ് കഴിഞ്ഞാൽ അവിടെ കിട്ടിയിരിക്കേണ്ട അവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ഡസന് എത്ര രൂപക്ക് സെല്ല് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? 100 ആപ്പിളിന്റെ പ്രൈസ് എത്ര എന്നാണ്? 1200 രൂപയാണ് അല്ലെ. അയാൾ വാങ്ങിയ റേറ്റ് എന്ന് പറയുന്നത് 100 ആപ്പിളിന്റെ പ്രൈസ് എത്രയാണ്? 1200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ വാങ്ങിയത് എത്ര ആപ്പിളാണ്? 400 ആപ്പിളാണ്. 100 ആപ്പിളിന് 1200 ആണെങ്കിൽ 400 ആപ്പിളിന് എത്ര വരും? 1200 into 4 which is equal to 4800. 4800 രൂപ വരും. ഇനി ഇവിടുന്ന് 800 രൂപ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ 400 ആപ്പിൾ എത്ര രൂപക്ക് വിൽക്കണം? 4800 പ്ലസ് 800 എത്ര രൂപക്ക് വിൽക്കണം? 5600 രൂപക്ക് വിറ്റ് കഴിഞ്ഞാലാണ് അയാൾക്ക് 800 രൂപ പ്രോഫിറ്റ് കിട്ടുക. അതായത് 400 ആപ്പിൾ ഇയാൾ ഇപ്പൊ എത്ര രൂപക്ക് വിറ്റിട്ടുണ്ട്? 5600 രൂപക്ക് വിറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിൾ എത്ര രൂപക്ക് വിൽക്കും? 400 ആപ്പിൾ 5600 രൂപക്കാണെങ്കിൽ ഒരു ആപ്പിൾ 5600 ഡിവൈഡ് ബൈ 400. ഇതും ക്യാൻസൽ ചെയ്ത് പോകും. 56നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അപ്പം ഒരു ആപ്പിളിന്റെ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 14 ആണ്. നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത്? ഒരു ഡസൻ ആപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ അത് എത്ര ആപ്പിൾ ഉണ്ടാകും? 12 ആപ്പിൾ ഉണ്ടാകും. which is equal to 14 into 12 എന്ന് കിട്ടും. സോ എന്ത് വരും? 14 into 10 140, 14 into 2 28 which is equal to 168 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്. എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതി എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഇംഗ്ലീഷ് ടു മാത്സ് കൺവേർഷൻ മാത്രം ഇവിടെ നടത്തിയിട്ടുള്ളൂ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് കറക്റ്റ് ഇതിന്റെ മീനിങ് മനസ്സിലാവില്ല. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? 400 ആപ്പിള് ഏത് റേറ്റിനാണ് വാങ്ങിയേക്കുന്നത്? 1200 ആപ്പിള് 100 രൂപ റേറ്റിനാണ് വാങ്ങിയേക്കുന്നത്. ഇത് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ മാത്രം ഇവിടെ ഉണ്ടാകുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവല്ലോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്.
In the next question എന്താ പറയുന്നത്, if 4% of x is equal to 72, then find the value of x. അതായത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, എന്താണ് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് അതിനെന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം, മാത്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ 4% ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്താണ്, 72 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 72 into 100 ഡിവൈഡഡ് ബൈ 4. 72നെ 4നെ കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 18 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1800 എന്ന് വരും. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒരു 30-20 സെക്കൻഡിനെ കൊണ്ട് 10 സെക്കൻഡിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ എമൗണ്ട് of money earned on a job is directly proportional to the number of hours worked. If rupees 324 is earned in 6 hours, then how much money in rupees will be earned in 29 hours? അതായത് ഒരാൾക്ക് കിട്ടിയ എമൗണ്ട് അല്ലെ, ഒരാൾക്ക് കിട്ടിയ എമൗണ്ട് ഓഫ് മണി ഏൺഡ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ദ നമ്പർ ഓഫ് ഹവേഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് എമൗണ്ട് അല്ലെ, എമൗണ്ട് എന്ന് എടുക്കാം, എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഹവേഴ്സ്, ഹവേഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മൾ കൂടുതൽ നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ എമൗണ്ട് കിട്ടും. ഹവർ കൂടി കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്തും ഇൻക്രീസ് ചെയ്യും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൊണ്ട് പറയുന്നത്. അതായത് ഒരു സാധനം കൂടി കഴിഞ്ഞാൽ അടുത്ത സാധനം എന്തെയും അതേപോലെ ഇൻക്രീസ് ചെയ്യും. അതിനാണ് എന്തെന്ന് പറയാ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറയാം. സോ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഒരാൾക്ക് 6 മണിക്കൂർ പണിയെടുത്തപ്പോൾ 324 രൂപ ആണ് കിട്ടിയതെങ്കിൽ അയാൾ 29 മണിക്കൂർ പണിയെടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുന്നതാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം 6 മണിക്കൂറിന് എത്രയാണ്, 324 രൂപയാണെങ്കിൽ 1 മണിക്കൂറിന് എത്ര രൂപ കിട്ടും, 324/6 എന്ന് കിട്ടും. എത്രയാണ്, 324നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6×5 30, 30 5 വരും, ബാക്കി 32 30 പോയി കഴിഞ്ഞാൽ 24 54 അല്ലെ. 1 മണിക്കൂറിന് എത്ര രൂപ കിട്ടും, 54 റുപ്പീസ് എന്ന് കിട്ടും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 29 മണിക്കൂറിന് എത്ര രൂപ കിട്ടുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 മണിക്കൂറിന് 54 രൂപയാണെങ്കിൽ 29 മണിക്കൂറിന് എന്ത് വരും, 54 into 29 എന്ന് കിട്ടും. സോ 54നെ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 4 into 9 36 എന്ന് വരും. സോ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടി, 6 എന്ന് കിട്ടും. റിമൈൻഡർ എത്ര വരും, 3 വരും. സോ ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന 2 ഓപ്ഷൻ ഉള്ളത്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. സോ ഇയാളും എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഞാൻ അടുത്ത് നോക്കി കഴിഞ്ഞാൽ 5 into 9 45, 2 into 4 8, 45 plus 8 എത്ര കിട്ടും, 45 plus 8 53 എന്ന് വരും. 53 plus 3 56 വരും. സോ രണ്ടാമത്തെ ഡിജിറ്റ് എനിക്ക് എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. സോ സെക്കൻഡ് ഡിജിറ്റ് 6 വരുന്നത്, സോറി ലാസ്റ്റ് രണ്ടാമത്തെ ഡിജിറ്റ് 6 എന്ന് വരും. സോ സെക്കൻഡ് ഡിജിറ്റ് സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമുള്ള ഏതാണ്, 1566, 1566 ആണ് ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ത് കിട്ടും, ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഏത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് കാൽക്കുലേഷൻ വരുന്നുള്ളൂ. അത് ഞാൻ എന്ത് യൂസ് ചെയ്ത്, യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ സ്പീഡ് ഓഫ് എ സ്ട്രീം ഈസ് 9 കിലോമീറ്റർ per hour. A boat can travel 56 kilometer downstream and 28 kilometer upstream in 7 hours. Find the speed of the boat in still water. അതായത് ഒരു സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 9 കിലോമീറ്റർ per hour ആണ്. ഒരു ബോട്ട് എന്ത് ചെയ്തു, അയാൾക്ക് ഡൗൺ സ്ട്രീമില് 7 മണിക്കൂറിന് 56 കിലോമീറ്ററും അപ്സ്ട്രീമില് 28 കിലോമീറ്റർ എന്ത് ചെയ്തു, 7 മണിക്കൂറിനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ ഉണ്ടാകുന്ന ബോട്ടിന്റെ സ്പീഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇത് ബോട്ട് സ്ട്രീം എന്നുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം 2 കേസാണ് നമുക്കുള്ളത്, ഒന്ന് ഡൗൺ സ്ട്രീമും അല്ലെ, 2 കേസാണ് നമുക്കുള്ളത്, ഒന്ന് ഡൗൺ സ്ട്രീമും ഒന്ന് അപ്പ് സ്ട്രീമും ആണുള്ളത്. ഓക്കെ, സപ്പോസ് എക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ബോട്ട് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദി ബോട്ട് ആണെങ്കിൽ എക്സ് സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അല്ലെ, സ്റ്റിൽ വാട്ടറിൽ ഉണ്ടാകുന്ന ബോട്ടിന്റെ സ്പീഡാണ് എക്സ് എങ്കിൽ
y is equal to എന്ത് വരും, സ്പീഡ് ഓഫ് സ്ട്രീം ആയിട്ട് കൺസിഡർ ചെയ്യും. സ്പീഡ് ഓഫ് സ്ട്രീം, y is equal to എന്താണ്, സ്പീഡ് ഓഫ് സ്ട്രീം. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ഒഴുക്കിന് ഇതിലായിട്ട് നീന്താണെങ്കിൽ, ഒഴുക്കിന് അനുകൂലമായിട്ട് ഒഴുക്ക് എങ്ങോട്ടാണോ പോകുന്നത്, സ്ട്രീം എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത്, അതേ ഡയറക്ഷൻ നീന്താണെങ്കിൽ അയാളുടെ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ്, വൈ എന്ന് പറഞ്ഞാൽ സ്ട്രീമിന്റെ സ്പീഡ്. സോ ബോട്ട് സ്ട്രീം എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ഡൗൺ സ്ട്രീം കണ്ടീഷൻ എന്ത് വരും, എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇനി അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് സ്ട്രീമിന്റെ ഫ്ലോ എങ്ങോട്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറയും. അതെന്താണ്, എക്സ് മൈനസ് വൈ ആയിരിക്കും വരാം. ഓക്കെ, അതെന്ത് കിട്ടും, എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. സോ നമുക്കറിയാം സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഇസ് ഇക്വൽ ടു എന്ത് വരും, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും. സോ ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉള്ളത്, ഡൗൺ സ്ട്രീമിലെ ടൈം പ്ലസ് അപ് സ്ട്രീമിന് എടുത്ത സമയം. ഇത് രണ്ടിന്റെ ടോട്ടൽ സമയം എത്ര എന്ന് പറയുന്നുണ്ട്, 7 hours എന്ന് പറയുന്നുണ്ട്. ഇനി ഡൗൺ സ്ട്രീമിലെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഡൗൺ സ്ട്രീമിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്, 56 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ എന്ത് വരും, 56 ഡിവൈഡഡ് ബൈ സ്പീഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെടുക്കണം, ഡൗൺ സ്ട്രീം കണ്ടീഷൻ ആണ് എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ. സോ ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ദി സ്ട്രീം ആണ് എന്തെന്ന് പറയുന്നത്, y എന്ന് പറയുന്നത്. സോ അത് എത്ര തന്നിട്ടുണ്ട്, 9 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 9 കിലോമീറ്റർ പെർ ഹവർ ആണ് തന്നിട്ടുണ്ട്. സോ എന്ത് വരും, yക്ക് പകരം എക്സ് പ്ലസ് 9 എന്ന് കിട്ടും. പ്ലസ് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, 28 ആണ്. സോ 28 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, എക്സ് മൈനസ് 9 എന്ന് വരും, വിച്ച് ഈസ് ഇക്വൽ എത്രയാണ്, 7 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓപ്ഷൻസ്, ഇവിടെ എക്സിന് പകരം ഓപ്ഷൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ നമുക്ക് കറക്റ്റ്, എക്സിന് ഇപ്പം 16 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സം 7 കിട്ടുന്നത് നോക്കാം. ഇല്ലെങ്കിൽ അടുത്തത് കൊടുക്കുക, 20 കൊടുക്കുക, 9 കൊടുക്കുക, 15 കൊടുക്കുക. ഇതിൽ ഏതിലാണ് എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് രണ്ടിന്റെയും സം 7 കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 56 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 28 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു 7 വരും. അത് ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 56 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് വരും. ഇവിടെ എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 into x minus 9 plus 4 into x plus 9 all divided by x minus 9 into x plus 9 into x minus 9 which is equal to എന്ത് വരും, 7 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുടെ 1 ആണ് വരിക. സോ ഇവിടെ ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 8x minus 72 plus 4x plus 36 is equal to എന്ത് വരും, ഇവിടെ നോക്കിയേ, x plus 9 into x minus 9, x plus 9 into x minus 9 എന്ന് പറയുമ്പോൾ എന്താണ്, a plus b into a minus b ക്ക് ഈക്വൽ അല്ലേ, which is equal to എന്താണ്, a square minus b square ആണ്. സോ ഇവിടെ എന്ത് വരും, x square minus 9 square വരും. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കിട്ടുക, x square minus 9 square എന്ന് കിട്ടും. സോ which is equal to 8x plus 4x, 8x plus 4x എത്രയാണ്, 12x, 12x minus 72 plus 36, minus 72 plus 36 എത്രയാണ്, minus 36 ആണ്, is equal to x square minus 81 എന്ന് വരും. ഇതെല്ലാവരും ഇക്വേഷൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ x square minus 12x minus 81 plus 36 is equal to 0. സോ അങ്ങനെയാണെങ്കിൽ x square minus 12x minus 81 plus 36 എത്ര വരാം, minus 45 equal to 0. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് റൂട്ട് മൈനസ് ബി ബൈ എ ആണ്. ദാറ്റ് മീൻസ് എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു മൈനസ് ബി ബൈ എ. സോ മൈനസ് 12 മൈനസ് 12 വിച്ച് ഇസ് ഇക്വൽ ടു 12 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഇസ് ഇക്വൽ ടു സി ബൈ എ വിച്ച് ഇസ് ഇക്വൽ ഇവിടെ എന്താണ്, മൈനസ് 45 ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 12ഉം രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 12ഉം അതിന്റെ പ്രോഡക്റ്റ് എത്രയാണ് കിട്ടിയേക്കുന്നത്, മൈനസ് 45 എന്നാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 45ന്റെ മൾട്ടിപ്പിൾ വരുന്ന ഏതൊക്കെ നമ്പർ ഓപ്ഷനിലുണ്ട്, 45ന്റെ മൾട്ടിപ്പിൾ വരുന്ന രണ്ട് നമ്പേഴ്സ് ആണ് ഓപ്ഷൻ, ഒന്ന് 9ഉം ഒന്ന് 15ഉം അല്ലെ.
9ഉം 15 ആണ്, രണ്ട് നമ്പേഴ്സ് ആണ് 45ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. ഒന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ 9 into 5 ആണ് 45. 9നെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും 9നോട് ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 into 5 45. ഓക്കെ, 9 into 5 45. ഒന്നില്ലെങ്കിൽ -9 into 5 ആയിരിക്കും, അല്ലെങ്കിൽ 9 into -5 ആയിരിക്കും. രണ്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ലെ, -9 + 5 നമുക്ക് എന്ത് -9 + 5 -4 ആണ് കിട്ടുക. രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? 12 എന്ന് കിട്ടില്ല. അപ്പൊ ഉറപ്പായിട്ടും എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലെ. 15 into -3 എന്താണ്? 45 ആണ്. 15 + -3 എന്താണ്? 12 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? x = 15 or x = എന്ത് വരും? -3 എന്ന് വരും. സോ ഒരിക്കലും സ്പീഡ് എന്താകില്ല? നെഗറ്റീവ് ആകൂല. സോ ആൻസർ എന്താണ്? x = 15 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വന്നത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെക്കാട്ടും ബെറ്റർ എന്താണ്? ചെറിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. കുറച്ച് കാൽക്കുലേഷൻ വരുന്നുള്ളൂ, ബാക്കി ഒരു സീനും ഇല്ല. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് in rupees of a book with mark price of 1500 under the following discount scheme? ഫസ്റ്റ് സ്കീം എന്ന് പറഞ്ഞാൽ 2 successive discounts of 20% is. രണ്ടാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ 2 successive discounts of 30% and 10%. അതായത് ഒരു ബുക്കിന്റെ മാർക്ക് പ്രൈസ് എത്ര എന്ന് പറയുന്നത് 1500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഡിസ്കൗണ്ട് സ്കീം നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ 20%, രണ്ട് പ്രാവശ്യം 20%, സക്സസീവ് ആയിട്ട് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്താൽ 20% കൊടുക്കാം. രണ്ടാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 30% കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്ത് ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്കീമിൽ ഉണ്ടാകുന്ന എമൗണ്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താണ്? രണ്ട് സ്കീമിൽ ഉണ്ടാകുന്ന ഓവറോൾ ഡിസ്കൗണ്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നു. സോ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ കേസിൽ ഓവറോൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? D1 + D2 - D1 × D2 / 100 ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. സോ ഫസ്റ്റ് കേസിൽ എന്താണ്? 20% ആണ് രണ്ട് കേസിൽ ഉണ്ടാകുന്ന ഡിസ്കൗണ്ട്. സോ എന്ത് വരും? 20 + 20 - 20 × 20 / 100 എന്ത് വരും? 40 മൈനസ് ക്യാൻസൽ 0 ക്യാൻസൽ ചെയ്ത് 40 - 4 which is equal to 36% ആണ് ഫസ്റ്റ് കേസിൽ ഉണ്ടാവുന്ന ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. 36% ആണ് ഫസ്റ്റ് കേസിൽ ഉണ്ടാവുന്ന ഡിസ്കൗണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ ഉണ്ടാവുന്ന ഡിസ്കൗണ്ട് 30 + 10 - 30 × 10 / 100 which is equal to 40 മൈനസ് ഇതും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ എത്രയാണ്? 37% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. അതായത് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1% ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഡിഫറൻസ് അല്ലെ, എമൗണ്ടിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1500ന്റെ 1% ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. 1500ന്റെ 1% എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ആണ്. സോ രണ്ട് സ്കീമിൽ ഉണ്ടാകുന്ന എമൗണ്ടിന്റെ ഡിഫറൻസ് എത്രയാണ്? 15 rupees ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ സക്സസീവ് ഡിസ്കൗണ്ട് റേറ്റ് തന്നു കഴിഞ്ഞാൽ ഓവറോൾ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. D1 + D2 - D1 × D2 / 100. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈസി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 2-3 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താ പറയുന്നത്? ഇഫ് ദ റേഡിയസ് ഓഫ് സ്പിയർ ഈസ് ട്രിപ്പിൾഡ്, what is the ratio of the volume of the original sphere to that of the new sphere? അതായത് ഒരു റേഡിയസിന്റെ ഒരു സ്പിയറിന്റെ റേഡിയസ് എന്ത് ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്പിയറിന്റെയും ന്യൂ സ്പിയറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സ്പിയർ ഇസ് ഈക്വൽ ടു 4/3 πr³ ആണ്. സോ ഫസ്റ്റ് സ്പിയറിന്റെ വോളിയം ഞാൻ V1 is equal to R1³ എന്ന് കിട്ടും. രണ്ടാമത്തെ സ്പിയറിന്റെ വോളിയം V2 is equal to 4/3 πr² ആണ്. സോ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ക്യാൻസൽ ചെയ്തു പോകും? 4/3 π എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്ത് കിട്ടും? വോളിയത്തിന്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആണ്? R1/R2 ഹോൾ ക്യൂബ്. റേഡിയസിന്റെ റേഷ്യോന്റെ ക്യൂബിന് ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്കറിയാം റേഡിയസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലെ R1-നെക്കാട്ടും ട്രിപ്പിൾ
സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത്. സോ R2 is equal to എന്ത് എഴുതാൻ പറ്റും 3 into R1 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ എന്ത് വരും R1 divided by R2 ന് പകരം 3R1 all cube എന്ന് വരും. R1ഉം R1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ V1 by V2 is equal to 1 by 3 all cube which is equal to V1 by V2 is equal to V1 by V2 is equal to 1 cube by 3 cube. 3 cube എന്ന് പറഞ്ഞാൽ എത്രയാണ് 27. അങ്ങനെയാണെങ്കിൽ വോളിയത്തിന്റെ റേഷ്യോ എന്ത് കിട്ടും 1:27 എന്ന് കിട്ടും. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ HCF ഓഫ് 153, 117, 405. ഈ മൂന്ന് നമ്പേഴ്സിന്റെ HCF ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ ഈ മൂന്ന് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടറിൽ ഏറ്റവും വലുതാണ് എന്തെന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത്. സോ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതോ ഒരെണ്ണം ഇതിൽ ഈ 3 ആൾക്കാരുടെയും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഈ 3 ആൾക്കാരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ കൺസിഡർ ചെയ്ത് 12. നമുക്ക് ഉറപ്പിക്കാം 153നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 12നെ കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തല്ല 12 അല്ല ഇവിടുത്തെ HCF എന്ന് പറഞ്ഞത്. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 9 ആണ്. നമുക്കറിയാം 153നെ 9 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് 9ന്റെ ഡിവിസിബിലിറ്റി റൂള്? 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ഡിജിറ്റ് സം അല്ലെ. ഡിജിറ്റ് സം എന്തായിരിക്കണം? ഡിജിറ്റ് സം മൾട്ടിപ്പിൾ ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 153, 558, എന്ന് കിട്ടും. ഇവിടെയും ഡിജിറ്റ് സം 9 ആണ്, ഇവിടെയും ഡിജിറ്റ് സം 9 ആണ്. സോ ഈ 3 നമ്പേഴ്സിന്റെ ഡിജിറ്റ് സം 9 ആയതുകൊണ്ട് ആ 3 നമ്പറും എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ആ 3 നമ്പറിനും എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ എ 9 തന്നെയായിരിക്കും HCF. ഓക്കെ, സോ വേറെ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം നോക്കിയാൽ മതി, ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HCFഉം LCMഉം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്, സിമ്പിൾ സാധനമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ പ്രൈസ് ഓഫ് ഫ്യൂൽ decreases by 40%, 10% and 50% in 3 successive months but increases by 50% in the 4th month. Find the percentage increase or decrease in the price of fuel in the 4th month as compared to its original price. അതായത് ഫ്യൂവലിന്റെ പ്രൈസ് എന്ത് ചെയ്തു? ആദ്യത്തെ മാസം 40% ഡിക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? 10% ഡിക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? 50% ഡിക്രീസ് ചെയ്തു. അങ്ങനെ സക്സസീവ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇനി 4th മന്തിൽ എന്ത് ചെയ്തു? 50% ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതായത് 4th മന്തിൽ ഉണ്ടാകുന്ന ഫ്യൂവലില് എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അത് എത്ര എന്നാണ്, എത്ര പെർസെന്റേജ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം, സപ്പോസ് ഫ്യൂവലിന്റെ പ്രൈസ് 100 rupees ആണെങ്കിൽ, ഫ്യൂവലിന്റെ പ്രൈസ് 100 rupees ആണെങ്കിൽ ഫസ്റ്റ് മന്തിൽ എന്ത് സംഭവിച്ചു? 40% ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരും? ഫസ്റ്റ് മന്തിലെ പ്രൈസ് എന്ന് പറയുന്നത് 60% ഓഫ് പ്രീവിയസ് മന്ത്. സോറി, 60% ആണ്. എന്ത് വരും? 60/100 വരും. ഇനി നെക്സ്റ്റ് മന്തിൽ എന്ത് ചെയ്തു? 10% കുറഞ്ഞു. അപ്പൊ എന്ത് വരും? ഇൻറ്റു 90/100 എന്ന്. അടുത്ത മന്ത് ഇത് 50% ആണ് കുറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് വരും? 50/100. ബാക്കി 50% പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 50% വരും. ഇൻറ്റു 4th മന്തിൽ എന്ത് ചെയ്തു? 50% ഇൻക്രീസ് ചെയ്തു. സോ 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എത്ര വരും? 150% ഓഫ് 100 ആണ്. സോറി, 150% ഓഫ് പ്രീവിയസ് മന്തിലെ എമൗണ്ട് ആണ് 4th മന്തിൽ ഉണ്ടാകുന്ന പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ 0യും ഈ 0യും ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഈ 0 ക്യാൻസൽ ചെയ്ത് പോകും. 50നെയും 100നെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. 150നെയും 100നെയും 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇയാളും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9 × 3 27 എന്ന് കിട്ടും. 9 × 3 എത്രയാണ്? 27 ആണ്. അടുത്ത എന്താണ്? 27 × 3 എത്രയാണ്? 81 ആണ്.
ഇവിടെ എന്ത് കൂട്ടുണ്ട്, ഒരു ഡിവൈഡഡ് ബൈ 2 കൂട്ടുണ്ട്. സോ 81/2 എന്ന് കിട്ടും. 81നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 40.5 ആണ്. സോ തുടക്കത്തിൽ എത്ര പ്രൈസ് ഉണ്ടായിരുന്നു, 100 രൂപ ഉള്ളത് ഇപ്പൊ എത്ര ആയിട്ട് മാറി, 40.5 രൂപ ആയിട്ട് മാറി. സോ എത്ര രൂപന്റെ ഡിഫറൻസ് ആണ്, 100 40.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 59 എന്ന് കിട്ടും. സോ അവിടെ എത്ര പെർസെന്റേജിന്റെ ചേഞ്ച് ആണ്, 59.5% ഡിക്രീസ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ഞാൻ ഇനീഷ്യലി 100 റുപ്പീസ് എടുത്തത് കൊണ്ടാണ് കറക്റ്റ് ഇതിന്റെ ഡിഫറൻസ് എന്ത് കിട്ടിയത്, എന്റെ ആൻസർ ആയിട്ട് കിട്ടിയത്. സോ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് ഇനീഷ്യൽ 100 റുപ്പീസ് ആണ്. സോ 100 40.5 റുപ്പീസ് ആകണമെങ്കിൽ എത്ര അവിടെ കുറഞ്ഞിട്ടുണ്ട്, 59.5 കുറഞ്ഞിട്ടുണ്ട്. സോ അവിടുത്തെ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് 59.5% ആണ് അവിടുത്തെ ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ ആവറേജ് വെയിറ്റ് ഓഫ് മന്ദർ, കേതൻ ആൻഡ് തുഷാർ ഈസ് 45 കിലോഗ്രാം. If the average weight of Mandar and Kedan is 43 kilogram and that of Kedan and Tushar is 48 kilogram, then find the weight of Kedan in kilogram. അതായത് മൂന്നാൾക്കാരുടെ ആവറേജ് വെയിറ്റ് എത്ര തന്നിട്ടുണ്ട്, 45 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അതിൽ മന്ദറിന്റെയും കേദറിന്റെയും ആവറേജ് വെയിറ്റ് 43 ആണ്. കേതന്റെയും തുഷാറിന്റെയും ആവറേജ് വെയിറ്റ് 48 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേതന്റെ വെയിറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ എന്താണ് വളരെ ഷോർട്ട് ആയിട്ട് ചെയ്യാൻ പോവാണ്. സോ മൂന്നാൾക്കാരുടെ ആവറേജ് വെയിറ്റ് 45 ആണെങ്കിൽ ആ മൂന്നാൾക്കാരുടെ വെയിറ്റിന്റെ സം എന്ത് കിട്ടും, മൂന്നാൾക്കാരുടെ വെയിറ്റിന്റെ സം 45 × 3 എത്രയാണ്, 135 എന്ന് കിട്ടും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മെത്തേഡ്. സോ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി മന്ദറിന്റെയും കേതന്റെയും ആവറേജ് വെയിറ്റ് 43 ആണ്. അങ്ങനെയാണെങ്കിൽ മന്ദറിന്റെയും കേദറിന്റെയും വെയിറ്റിന്റെ സം 43 × 2 എന്ത് കിട്ടും, 86 എന്ന് കിട്ടും. ഇനി കേതന്റെയും തുഷാറിന്റെയും ആവറേജ് വെയിറ്റ് 48 ആണ്. അങ്ങനെയാണെങ്കിൽ കേദറിന്റെയും തുഷാറിന്റെയും ആവറേജ് വെയിറ്റിന്റെ സം എത്രയാണ്, 48 × 2 എത്ര കിട്ടും, 96 എന്ന് കിട്ടും. നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് തുഷാറിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അല്ല സോറി, കേതന്റെ വെയിറ്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ m + k എത്രയാണ്, 86 ആണ് അല്ലെ. മന്ദറിന്റെയും കേതന്റെയും വെയിറ്റിന്റെ സം 86 ആണ്. അത് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 എന്താകും, m + k 86 + തുഷാർ = 135. അങ്ങനെയാണെങ്കിൽ തുഷാറിന്റെ വെയിറ്റ് എനിക്ക് എന്ത് കിട്ടും, 135 - 86 എന്ന് വരും. സോ 135 86 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 49 എന്ന് കിട്ടും. സോ തുഷാറിന്റെ വെയിറ്റ് എത്രയാണെന്ന് കിട്ടുന്നത്, 49 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ തുഷാറിന്റെ വെയിറ്റ് 49 എന്ന് ഈ ഇക്വേഷനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്താകും, കേതന്റെ വെയിറ്റ് പ്ലസ് തുഷാറിന്റെ വെയിറ്റ് 49 ആണ്, വിച്ച് ഈസ് ഇക്വൽ എത്രയാണ്, 96 ആണ്. അങ്ങനെയാണെങ്കിൽ കേതന്റെ വെയിറ്റ് എന്ത് കിട്ടും, 96 - 49. 96 ന്ന് 49 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 47 എന്ന് കിട്ടും. സോ കേതന്റെ വെയിറ്റ് എത്രയാണ്, ഓപ്ഷൻ ബി 47 ആണ് കറക്റ്റ് വെയിറ്റ്. എന്താണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ, എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അവിടുന്ന് സം ഇസ് ഈക്വൽ എന്ത് വരും, ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സം കിട്ടും. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത 3 ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറെ തവണ കണ്ടിട്ടുണ്ട്. ആവറേജിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ തവണ കണ്ടിട്ടുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ വർക്ക് ക്യാൻ ബി ഫിനിഷ്ഡ് ഇൻ 1 day by 20 men or by 30 women or by 50 boys. 2 men and 5 boys work on alternate days and 6 women work every day. If men work on the first day, in how many days will the work be completed? അതായത് ഒരു വർക്ക് ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്ത് 20 മെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വർക്ക് ക്യാൻ ബി ഫിനിഷ്ഡ് 1 day by അല്ലെ, ഒരു വർക്ക് 20 മെൻ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതേ വർക്ക് ഒരു ദിവസം കൊണ്ട് 30 വുമൺ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതേ വർക്ക് 50 ബോയ്സ് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ 20 മെന്നും 30 വുമണും 50 ബോയ്സും ചെയ്ത വർക്ക് എന്താണ്, സെയിം ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 മെന്നും 5 ബോയ്സും ആൾട്ടർനേറ്റ് ഡേയ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. 6 വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആദ്യത്തെ ദിവസം മെൻ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ തന്നിട്ടുണ്ട് 20 മെന്നും 30 വുമണും 50 ബോയ്സും ചെയ്ത വർക്ക് എന്താണ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മെന്നിന്റെയും വുമന്റെയും ബോയിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ടോട്ടൽ വർക്ക് എന്താക്കി അസ്യൂം ചെയ്യും? ടോട്ടൽ വർക്ക് ഞാൻ എന്താക്കി അസ്യൂം ചെയ്യും? 20, 30, 15 LCM ആക്കി അസ്യൂം ചെയ്യും. 20, 30, 15 LCM എത്രയാണ്? 300 ആണ്. സോ 20 വുമൺ എന്ത് ചെയ്തു? 20 മെൻ 300 യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മെൻ എത്ര വർക്ക് ചെയ്യും? 300/20 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പം മെന്നിന്റെ എഫിഷ്യൻസി 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വുമൺ എത്ര വർക്ക് ചെയ്യും? 30 വുമൺ 300 യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വുമൺ 300/30 എത്ര കിട്ടും? 10 ആണ് ഒരു വുമൺ ചെയ്യുന്ന വർക്ക്. ഇനി ഒരു ബോയ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 300/50 ചെയ്താൽ മതി. എത്ര കിട്ടും? 6 യൂണിറ്റ് ആണ് ഒരു ബോയ് ചെയ്യുന്ന വർക്ക്. സോ ഇവിടെ ആരൊക്കെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? 2 മെൻ 5 ബോയ്സ് ആൻഡ് 6 വുമൺ ആണ് വർക്ക് ചെയ്യുന്നത്. സോ 2 മെൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മെൻ ചെയ്യുന്ന വർക്ക് 15 ആകുമ്പോൾ 2 മെൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 30 എന്ന് കിട്ടും. ഇനി 5 ബോയ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? ഒരു ബോയ് ചെയ്യുന്ന വർക്ക് 6 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ബോയ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 30 ആണ്. ഇനി 6 വുമൺ ചെയ്യുന്ന വർക്ക്, ഒരു വുമൺ ചെയ്യുന്ന വർക്ക് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 6 വുമൺ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 60 ആണ്. ഇനി ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? മെന്നും വർക്ക് ചെയ്യുന്നുണ്ട്, വുമണും വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര മെന്നാണ് വർക്ക് ചെയ്യുന്നത്? 2 മെൻ ആണ്. എത്ര യൂണിറ്റ് ചെയ്യും ഒരു ദിവസം? 30 യൂണിറ്റ് ചെയ്യും. 6 വുമൺ ഒരു ദിവസം എത്ര ചെയ്യും? 60 ചെയ്യും. ടോട്ടൽ എത്ര വരും? ഫസ്റ്റ് ഡേയിൽ 90 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേയിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ബോയും വുമൺ ആണ് വർക്ക് ചെയ്യുന്നത്. സോ 5 ബോയ്സ് ചെയ്യുന്ന വർക്ക് 30 പ്ലസ് 6 വുമൺ ചെയ്യുന്ന വർക്ക് 60. അവിടെയും എത്ര യൂണിറ്റ് ചെയ്യും? 90 യൂണിറ്റ് ചെയ്യും. മൂന്നാമത്തെ ദിവസം എത്ര യൂണിറ്റാ ചെയ്യുക? ഇതേ കേസിനല്ല, മെന്നും വുമൺ ആണ് മൂന്നാമത്തെ ദിവസം വർക്ക് ചെയ്യുക. എത്ര യൂണിറ്റ് ചെയ്യും? 90 യൂണിറ്റ് ചെയ്യും. ഇനി നാലാമത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര വരും? 270 യൂണിറ്റ് വർക്ക് ഇവിടെ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ നാലാമത്തെ ദിവസം നമുക്ക് ഫുൾ ഡേ വർക്ക് ചെയ്യാനില്ല. എന്തുകൊണ്ടാണ്? ബാക്കി എത്ര യൂണിറ്റ് ബാക്കിയുള്ളൂ? 30 യൂണിറ്റ് അവിടെ ബാക്കിയുള്ളൂ. അപ്പം 4th ഡേയിൽ 90 യൂണിറ്റിൽ 30 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വരും? ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 ഡേ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ 3 + 1/3 വിച്ച് ഇസ് ഇക്വൽ ടു 3 1/3 ഡേനെ കൊണ്ട് എന്ത് ചെയ്തു? ഈ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? സോ ആദ്യം ഇവിടുത്തെ ഈ കണ്ടീഷൻ ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് മനസ്സിലാക്കണം. മെയിൻ ആയിട്ടുള്ള ഇത്, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 20 മെൻ 30 വുമൺ 50 ബോയ്സ് ചെയ്ത വർക്ക് എന്താണ്? സെയിം ആണ്. സോ LCM കണ്ടുപിടിച്ച് ടോട്ടൽ വർക്ക് ഞാൻ എത്ര ആക്കി അസ്യൂം ചെയ്തു? 300 യൂണിറ്റ് ആക്കി അസ്യൂം ചെയ്തു. ഇനി ആൾട്ടർനേറ്റ് ഡേയ്സിൽ 2 മെന്നും 5 ബോയ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? 6 വുമൺ ചെയ്യുന്നുണ്ട്. 2 മെൻ ചെയ്യുന്ന വർക്ക് 30, 5 ബോയ് ചെയ്യുന്ന വർക്ക് 30, 6 വുമൺ ചെയ്യുന്ന വർക്ക് 60. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഡേയ്സിൽ 90 യൂണിറ്റ് വർക്ക് ചെയ്യും. രണ്ടാമത്തെ ഡേയ്സിൽ 90 യൂണിറ്റ് ചെയ്യും. മൂന്നാമത്തെ ഡേയ്സിൽ 90 യൂണിറ്റ് ചെയ്യും. ടോട്ടൽ എത്ര വരും? 270 യൂണിറ്റ് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ആകെ ടോട്ടൽ എത്ര വർക്ക് ചെയ്യാനുള്ളൂ? 300 യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ളൂ. സോ മൂന്നാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഫുൾ ഡേ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ മൂന്നാമത്തെ ദിവസത്തിൽ ഇവർ 3 ആൾക്കാരും കൂടിയും ഈ മെന്നും നാലാമത്തെ ഡേയ്സിൽ ബോയും വുമണും കൂടിയും ഒരു ദിവസം 90 യൂണിറ്റ് ചെയ്യും. പക്ഷെ അവിടെ എത്ര യൂണിറ്റ് ബാക്കിയുള്ളൂ? 30 യൂണിറ്റ് വർക്ക് ചെയ്യാനേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 90 ഒരു ദിവസം കൊണ്ട് 90 യൂണിറ്റ് ആണ് ചെയ്യുന്നത് അല്ലെ. ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? 90 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസമാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി 1/90 × 30 അതാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് അല്ലെ. 90 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി 1/90 × 30 ചെയ്താൽ മതി. അപ്പം 30/90 കിട്ടും, which is equal to 1/3. സോ ടോട്ടൽ ഡേയ്സ് എന്ന് പറയുമ്പോൾ 1 + 1 + 1 + 1/3 which is equal to 3 1/3 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഫാൻ ഈസ് 7,392.
if the profit percentage is 32%, find the cost price of the fan. അതായത് ഒരു ഫാനിന്റെ ഒരു ഫാനിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7392 രൂപയാണ്. 7392 രൂപയാണ്. അടുത്ത പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 32% ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ പ്രോഫിറ്റ് 32% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 132% ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. എപ്പോഴും ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 100% എന്താക്കി കൺസിഡർ ചെയ്യുക? കോസ്റ്റ് പ്രൈസ് ആക്കി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 32% പ്രോഫിറ്റ് വരുമ്പോൾ 132% ആണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ 132 റുപ്പീസ് എന്താണ്? 132% എത്രയാണ്? 7392 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1% എന്ന് പറയുമ്പോൾ 7392 ഡിവൈഡഡ് ബൈ 132 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 100% ആയിരിക്കും. സോ 100% എന്ന് പറയുമ്പോൾ 7392 ഡിവൈഡഡ് ബൈ 132 ഇൻറ്റു 100. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷന്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 00 ആണ്. ആ 00 എങ്ങനെയാ കിട്ടുന്നത്? ഈ 100ന്റെ 00 അല്ലേ? അപ്പം ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെ, ഈ ലാസ്റ്റ് 00 ഒഴിവാക്കി കഴിഞ്ഞാൽ 7392നെ 132 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുമില്ലെങ്കിൽ 52, 54, 56, 48 കിട്ടണം. സോ 7392 എന്ന് പറയുന്നത് 132നെ ഏതോ ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7392 കിട്ടും. ഈ ഏതോ ഒരു നമ്പർ, ഈ അൺനോൺ നമ്പർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2നെ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ്. 2നെ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ലാസ്റ്റ് ഡിജിറ്റ് 62 കിട്ടുന്നത് അല്ലെ? 2നെ ഏത് ഓപ്ഷനിൽ വരുന്ന ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ലാസ്റ്റ് ഡിജിറ്റ് 2 കിട്ടുന്നത് അല്ലെ? 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ്. സോ ഫസ്റ്റ് ഇതല്ല ആൻസർ കിട്ടില്ല. 4 ഇൻറ്റു 2 8 ആണ്. ഇതും ആൻസർ ആവില്ല. 6 ഇൻറ്റു 2 12 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അല്ലാതെ ഇത് ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ആൻസർ കിട്ടില്ല. യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടാൻ പറ്റും. യൂണിറ്റ് ഡിജിറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക്സ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫൗണ്ടേഷൻ ക്ലാസിന്റെ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡീറ്റെയിൽ ആയിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റിന്റെ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. The LCM and HCF of two numbers are 168 and 14 respectively. If one of the number is 42, find the other number. So രണ്ട് നമ്പേഴ്സിന്റെ LCM-ഉം HCF-ഉം 168ഉം 14ഉം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൽ ഒരു നമ്പർ 42 ആണെങ്കിൽ അടുത്ത നമ്പർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണ്? LCM-ന്റെയും HCF-ന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. സോ ഇവിടുത്തെ ഒരു നമ്പർ 42 ആണ്, രണ്ടാമത്തെ നമ്പർ അൺനോൺ ആണ്. ഓക്കെ, സോ LCM എത്രയാണ്? 168 ഇൻറ്റു 40. അങ്ങനെയാണെങ്കിൽ n ഇസിക്വൽ എന്ത് എഴുതാൻ പറ്റും? 168 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 42 എന്ന് എഴുതാം അല്ലെ? 14ഉം 42ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ? 42നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. 168നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 1 15 5 ബാക്കി ഒന്ന് 18 വരും. 6 3 18. സോ രണ്ടാമത്തെ നമ്പർ എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ സാധനമാണ്. സോ അപ്പോൾ ആലോചിക്കുക, ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത്, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണ്? LCM-ന്റെയും HCF-ന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Find the third proportion of 3 plus root 2 and 2 root 2. ഈ രണ്ട് നമ്പേഴ്സിന്റെ തേർഡ് പ്രൊപ്പോർഷൻ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സപ്പോസ് A is to B equal to B is to C ആണെങ്കിൽ, അതായത് A by B is equal to B by C ആണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? C ആണ്. സോ C is equal to എന്ത് എഴുതാൻ പറ്റും? B square by A എന്ന് എഴുതാൻ പറ്റും. Here A is equal to 3 plus root 2 ആണ്. Then B is equal to എന്താണ്? √2 √7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? C is equal to എന്താണ്? B square. B square എന്ന് പറയുമ്പോൾ 2 √7 whole square by A, 3 plus √2, which is equal to 2
2√2 7 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 into 7 divided by 3 plus root 2 which is equal to 28 by 3 plus root 2. ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 28 ഡിവൈഡ് ബൈ 3 പ്ലസ് റൂട്ട് 2 എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റാഷണലൈസേഷൻ ചെയ്യണം. ഈ ഇറാഷണൽ നമ്പറിന് എന്തെങ്കിലും റാഷണലൈസേഷൻ ചെയ്യണം. എന്താണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റിനെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് 3 പ്ലസ് റൂട്ട് 2ന്റെ കോൺജുഗേറ്റ് എന്താണ്? അത് 3 മൈനസ് റൂട്ട് 2 ആണ്. അത് ഞാൻ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. 3 മൈനസ് റൂട്ട് 2 is equal to 28 into 3 minus root 2 all divided by ഇത് ഏത് ഫോർമാറ്റ് ആയി? a plus b into a minus b എന്നായില്ലേ? which is equal to എന്താണ്? a square minus b square എന്നല്ലേ? ഇവിടെ എന്ത് വരും? 3 square minus root 2 whole square എന്ന് കിട്ടും. which is equal to ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. 28 into 3 minus root 2 divided by 3 square എന്ന് പറഞ്ഞാൽ 9 minus root 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 9 minus 2 എന്താണ്? 7 ആണ്. 28 by 7 എന്താണ്? 4 ആണ്. സോ ആൻസർ എന്താണ്? 4 into 3 minus root 2 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എ ബൈ ബി ഇസ് ഈക്വൽ ടു ബി ബൈ സി ആണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്താണ്? സി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. സോ ഇവിടെ റാഷണലൈസേഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്ഷനിൽ നമ്മുടെ ആൻസർ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്ന് ഉറപ്പിക്കാം? റാഷണലൈസേഷൻ ചെയ്യണം എന്ന് ഉറപ്പിക്കാം. എന്താണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറിന്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പ്ലസ് റൂട്ട് 2 ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 3 മൈനസ് റൂട്ട് 2 ആയിരിക്കും. എന്താണ് 3 മൈനസ് റൂട്ട് 2ന്റെ കോൺജുഗേറ്റ് എന്താണ്? ഈ മൈനസ് എന്താകും? പ്ലസ് ആകും. 3 പ്ലസ് റൂട്ട് 2 ആണ് എന്തെന്ന് പറയുന്നത്? 3 മൈനസ് റൂട്ട് 2ന്റെ കോൺജുഗേറ്റ് എന്താണ്? അതായത് ആ നടുവിൽ വരുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ എന്താക്കുക? പ്ലസ് ആക്കുക. അതിനാണ് എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ SSC GD എക്സാമിലെ മാത്സിൽ നിന്നുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മുടെ പാർട്ട് 5 വീഡിയോ ആണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ മുന്നത്തെ വീഡിയോ കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഇതിലായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ പഠനം തുടരുക. ഈ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? എക്സാം ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്യണം. ഓക്കെ, സോ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്